ഇതൊരു കഥയല്ല, അതൊരു അനുസ്മരണയാണ്. അതിജീവിച്ചവരുടെ രക്തവറ്റിയ ഓർമ്മകൾ. പാലക്കാട് ജില്ലയിലെ ഒരു കിളിമഴ പെയ്യുന്ന കുന്നിൻ മുകളിലാണ് ഈ ഭവാനി ബംഗ്ലാവ്. ബ്രിട്ടീഷ് കാലത്ത് പണിത ഈ ബംഗ്ലാവ് ആധുനിക സാങ്കേതിക വിദ്യകളെ മറികടന്ന ഒരു ശൈലിയിലാണ്. വലിയ കോറിഡോറുകൾ, 12 വാതിലുകൾ, 3 നിലകൾ, ഒന്നല്ല 2 പിഴവുകൾ. പകൽ പോലെ തെളിഞ്ഞിരിക്കും ആ സ്ഥലം. പക്ഷേ രാത്രി 12 മണിക്ക് ശേഷം അതിൻ്റെ മുഖം മാറുന്നു. 1953 ബ്രിട്ടീഷ് കൺസൾട്ടൻ്റായിരുന്ന ജോർജ് ഹെൻറിയുടെ കുടുംബം ഇവിടെ താമസിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭവാനി ഒരു നാൾ അപ്രത്യക്ഷയായി. ആ സ്ത്രീയെ ഒരിക്കലും കാണാനായില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അങ്ങേയറ്റം ഭീതിയിലായ ജോർജും സ്വന്തം ജീവനൊടുക്കി. അവരുടെ കുഞ്ഞുമകൾ 7 വയസ്സുള്ള സാറ, അവളും അജ്ഞാതമായ സാഹചര്യത്തിൽ മരിച്ചു. ആരും പറയാറില്ല, ആരും കേൾക്കാറുമില്ല. പക്ഷെ രാത്രി 12-ന് ശേഷവും ആ ചെറിയ പെൺകുട്ടിയുടെ കരച്ചിൽ ഈ മതിലുകൾക്കകത്ത് വീണ്ടും വീണ്ടും മുഴങ്ങും. 1998 കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആ വീട്ടിലൊരു ഹോം സ്റ്റേ ആരംഭിച്ചു. ആദ്യത്തെ 3 കുടുംബങ്ങൾ കഴിഞ്ഞില്ല. മൂന്നാമത്തെ കുടുംബം വാഴപ്പാറയിലെ ശിവദാസും കുടുംബവും. 3-ാം രാത്രിയിലാണ് സംഭവിച്ചത്. രാത്രി 12:05 CCTVയിൽ കാണുന്നത് വാതിൽ തുറന്നിട്ട് വീടിനകത്തേക്ക് കയറുന്ന ഒരു വെളുത്ത വസ്ത്രധാരണിയെ. ശിവദാസിന്റെ ഭാര്യ പറയുന്നത്, ഭവാനിയാണ്, അവളെ ഞാൻ കണ്ടു. അവൾ ഞങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ ഞാൻ എടുത്തുകൊണ്ടു പോകും എന്ന് പറയുകയും ചെയ്തു. അന്ന് രാവിലെ 6 മണിക്ക് അവരുടെ മകളെ അവരുടെ മുറിയിലെ ചുമരിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു. ആ കെട്ടിടം ഇപ്പോൾ അടച്ചിരിക്കുന്നു. എന്നാൽ ചിലർ ഇപ്പോഴും പറയും, കുന്നിന് മുകളിലേക്ക് കയറുമ്പോൾ പകൽ പോലും തണുപ്പുണ്ടാകും. ചിലർ പറയുന്നത് ഒരു സ്ത്രീയുടെ ചിരി കേൾക്കാം, ഒരു കുട്ടിയുടെ കരച്ചിൽ അനുഭവപ്പെടും. 2023 ഒരു യൂട്യൂബ് ടീം അവിടെ ഷൂട്ടിന് പോയി. ക്യാമറ റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ് അവസാനമായി അവരെ കണ്ടത്. വീഡിയോയിൽ കേൾക്കുന്നതെല്ലാം വാതിൽ തുറക്കരുത്, അവിടെ തടയാൻ സാധിക്കില്ല എന്നാണ്. ഇതേ ശബ്ദം നിങ്ങൾക്കും കേട്ടേയുള്ളൂ. ഇനി രാത്രി ഉറങ്ങുമ്പോൾ ഒരു കാറ്റ് മാത്രം വന്നാൽ വാതിൽ കിടന്ന് തുറക്കുമ്പോൾ ഒരു വെള്ളക്കുർത്തയും വെളുത്ത കണ്ണുകളും ഉള്ള സ്ത്രീയെ നിങ്ങൾ കാണാം. അവിടെ ഭവാനിയാണ്. ഇനിയും കാത്തിരിക്കുന്നു സ്വന്തം കുട്ടിയെ തിരികെ കിട്ടാനായി.